വീഡിയോ തുടങ്ങാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പൊ ഗൈസ്, നമ്മളെ ധ്യാനൂസ് സ്കൂളൊക്കെ വിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടാ. ധ്യാനൂസിന് ഇനി ഇപ്പോൾ സ്കൂൾ പരിപാടി എന്നാ വെക്കേഷൻ അല്ലേ. വെക്കേഷന്റെ മുന്നേ ഈ ആനിവേഴ്സറിയില്ല ഇല്ലല്ലോ. പിന്നെ നിങ്ങളുടെ ഡാൻസ് കളിക്കുന്നതിനാ എന്താ പൊട്ടാ ഇല്ല മോനെന്തിനാ ഡാൻസ് പഠിക്കുന്നത് ഇപ്പോ? അതല്ല, ഡാൻസ് എന്തിനാ പഠിക്കുന്നത് നിങ്ങള്? എപ്പാ പരിപാടി നിങ്ങള്? ഗായ്സ്, ഇവന്റെ സ്കൂള് പിന്നെ എന്താ പറയാ, ആനുവൽ ഡേ അല്ലേ? അതിനല്ലേ നിങ്ങൾ പഠിക്കുന്ന ഡാൻസ്? ആനുവൽ ഡേ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് ഏത് ഡാൻസാ പഠിക്കുന്ന അറിയാ? ഏത് ഡാൻസ് പഠിക്കുന്നത്? ഏത്? നല്ലോണം ഒച്ചത്ത് പറ. മുക്കാല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവും? മുക്കാബില അല്ലേ? ആ ഡാൻസ് ആട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന വിശേഷം എന്ന് വെച്ചാൽ നമ്മളെ ബുള്ളറ്റ് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. എന്താ പപ്പ തലകടിക്കല്ലേ? കാണിക്കല്ലേ? ഏത് സൈലൻസർ? സൈലൻസർ മാറ്റിയതല്ല പപ്പ പറഞ്ഞേ. അപ്പൊ എന്താ പറയാ അറിയാം, നമ്മള് മൊത്തം വണ്ടി മൊത്തം സെറ്റപ്പ് ആക്കിയില്ല ഇപ്പൊ. അത് കാണിക്കണ്ടേ? അടക്ക്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തതെന്നും നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ എത്ര പൈസയായി, അതുപോലെ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് ചെയ്തിരിക്കുന്ന നാദാവൂർ കല്ലാച്ചി നാട്ടാ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലും ഇതേപോലെയുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യിച്ചോ. കാരണം നമുക്ക് വലിയൊരു പൈസ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വണ്ടി അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മച്ചവരെ, നമ്മൾ 2 വണ്ടി കേട്ടോ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വണ്ടിയാണെന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വണ്ടി 2 ഞാൻ എന്തൊക്കെയുണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് 2013 മോഡൽ ആക്റ്റീവ HET എന്ന് പറയുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അവിടെ കൊടുത്ത് ഫുള്ളി റീസ്റ്റോർ ചെയ്താ കേട്ടോ. കംപ്ലീറ്റ് ഫുൾ പെയിൻ്റ് അടിച്ച് അതിൻ്റെ ഈ ഒരു ഭാഗങ്ങളും ഗ്ലാസ് മീറ്റർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റി, അതുപോലെ ഫുൾ പെയിൻറ്റും. പിന്നെ ഇനി ചെറുതായിട്ട് എൻജിൻ പണിയുണ്ട്. എൻജിൻ പണിയല്ല, ഇതിൻ്റെ നമ്മൾ സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു ഫൗളാട്ടാ. അതായത് കൂടുതലും പറ്റുക സ്ത്രീകൾക്കായിരിക്കും, പിന്നെ ഇതറിയാത്ത ആൾക്കാർക്കും പറ്റുന്ന ഒരു ഫൗളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ആക്റ്റീവ് പോലത്തെ സ്കൂട്ടി വണ്ടി ഒരിക്കലും നമ്മൾ സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കിക്കർ ചവിട്ടാൻ പാടില്ല. അങ്ങനെ ഈ വണ്ടി സൈഡ് സ്റ്റാൻഡിൽ വെച്ച് കിക്കർ ചവിട്ടിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഇതിൻ്റെ എന്താ ഇപ്പോൾ ഈ ക്രാങ്ക് ബെൻഡായി പോയിട്ടോ. അപ്പോൾ ക്രാങ്ക് ബെൻഡായി പോയിട്ട് ഇത് സ്റ്റാർട്ടാകുന്ന സമയത്ത് കല്ല എന്നുള്ളൊരു സൗണ്ട് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ പണി കംപ്ലീറ്റ് കഴിച്ച്, അപ്പോൾ ആ പണിയും കഴിച്ച് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്തട്ടാ. അപ്പോൾ ഇതിങ്ങനെ കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് നമുക്ക് കംപ്ലീറ്റ് പെയിൻറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് സാധനം ഇത് കണ്ട, ഇതും നമ്മൾ മാറ്റിയതാ. അതുപോലെ ഇത് നമ്മൾ മാറ്റിയതാ. പിന്നെ ഇത് ഈ ഒരു പീസ്, ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ നമ്മൾ മാറ്റിയതാ. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മാറ്റി കേട്ടോ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആടി കളിക്കുന്നതിന്, അപ്പോൾ അതും നമ്മൾ മാറ്റി. പിന്നെ ബാക്കി എല്ലാം ഇതിൻ്റെ മേലെ തന്നെയുള്ള സാധനം ഓൾറെഡി ഉള്ളത് തന്നെയായിരുന്നു, നിക്കൽ കമ്പിയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മേലെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ആ ക്രാങ്ക് ബെൻഡ് ഉള്ള പുതിയ ക്രാങ്ക് ഇട്ടിട്ട് ചെയ്തു. എല്ലാം കൂടി നമുക്ക് 17,800 റുപ്യ കേട്ടോ ഇതിനായത്. ഈ ഒരു വണ്ടിക്ക് 17,800. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പുറത്തുനിന്ന് ജസ്റ്റ് പെയിൻറ്റ് മാത്രം അടിക്കുന്നതാണെങ്കിൽ അതിൽ എന്താ പറയുക, ഒരു 12-13 റുപ്യേൻ്റെ മേലെ ആവുമെന്നാണ് എന്നോട് പറഞ്ഞത്, മൊത്തത്തിൽ കംപ്ലീറ്റ് പെയിൻറ്റ് അടിക്കുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളടക്കം മാറ്റിയിട്ട് നമുക്ക് 17,800 ആയിട്ടാ ഇതിൻ്റെ മേലെ. അപ്പോൾ എനിക്ക് അതും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ കണ്ണാടി ഇതൊക്കെ ഉണ്ടാ, ഇതൊക്കെ പുതിയ കണ്ണാടി ഇട്ടാ, പുതിയ കണ്ണാടി, അതുപോലെ സീറ്റ് കവറ്, പിന്നെ സീറ്റിൻ്റെ ഉള്ളിലത്തെ ബുഷ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ കിക്കർ ഫുള്ള് സ്റ്റെക്കായിരുന്നു കേട്ടോ, അതൊക്കെ ഫുള്ള് ഫ്രീ ആക്കി കിക്കറിൻ്റെ സാധനങ്ങളൊക്കെ ഫുൾ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 17,800 ആയിട്ടാണ്. അതായത്
ഇനി നമ്മളെ ബുള്ളറ്റ് ഈ പറഞ്ഞ ഉടനെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മേക്കപ്പ് ആക്കി എടുത്താട്ടോ. നമ്മളെ ഫ്രണ്ട് വീല് 2 അലോയ് വീല് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ടാങ്ക് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് നമ്മളെ ഈ മഗ്ഗാർഡ് നമ്മൾ പെയിൻ്റ് അടിച്ചേട്ടാ. പിന്നെ അതുപോലെ എൻജിൻ ബഫിങ് നമ്മൾ ചെയ്താട്ടാ. അപ്പോൾ എൻജിൻ ബഫിങ് ചെയ്ത് അതുപോലെ ഇത് നമ്മൾ പഴയ മോഡലുള്ള ഒരു സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അതായിരുന്നു മറ്റേ ബാറ്ററി കേസ് എന്ന് പറയുന്നത്, അത് നമ്മൾ മാറ്റിയെടുത്ത് പിന്നെ ചെറിയ ടച്ചപ്പ് അവിടെ ഇവിടെയൊക്കെ ഉള്ള ചെറിയ അതും പിടിച്ചെടുത്തുള്ള ടച്ചപ്പ്. പിന്നെ എൻജിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് നമ്മൾ അടിച്ചാട്ടാ. അപ്പം അതും പിന്നെ വർക്കായിട്ട് നമുക്ക് ഇത് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ, ചെയിനും മാറ്റാനുണ്ടായിരുന്നു, അതും മാറ്റി. പിന്നെ വേറെ ഇതിൻ്റെ മുകളിൽ പണി എന്ന് പറയാൻ വേറൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇത്രയും പണി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും പണി എടുത്തിട്ട് നമുക്ക് ഏകദേശം 11,000 സംതിങ് കേട്ടോ. 11 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 11 സംതിങ് ആണ് എന്തായാലും ആയിട്ടുള്ള മൊത്തം പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ മുന്നും ബേക്കും മഗ്ഗാർഡ്, പിന്നെ ബഫിങ്, പിന്നെ ഈ പുതിയ ഈ കവർ കേട്ടോ, നമ്മൾ ബാറ്ററി കേസ്, പിന്നെ മൊത്തം പോളിഷ്, പിന്നെ മാറ്റി ബേക്ക് സൈഡിൽ നമ്മൾ ഇത് നമ്മളിടുന്ന് പൊട്ടിപ്പോയിരുന്നു. അതായത് ബേക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈറ്റിലെ ആ ലൈറ്റും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ സാധനം നമ്മൾ ബ്രേക്കും ചവിട്ടുന്ന ഒഴിവായി പോയിട്ട് നമ്മൾ നേരെ റിവേഴ്സ് വന്നിട്ട് ഈ സാധനം അടിച്ചു പോയിട്ട് ഒടിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതും പുതിയതായിട്ട് മാറ്റിയിട്ടാട്ടോ. അതായത് നമ്പർ പ്ലേറ്റും പിന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് പുതിയതായിട്ടാട്ടോ, അതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും കൂടി ഏകദേശം നമുക്ക് 11 സംതിങ് ആട്ടായേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 വണ്ടിയിൽ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ചെറിയൊരു ബഡ്ജറ്റിലാണ് ചെയ്തു തന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു വണ്ടി ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ നമ്പർ നമ്മളെ വീഡിയോൻ്റെ താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾ അയാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണി കഴിഞ്ഞിട്ട് പോയി എടുത്തു കഴിഞ്ഞാൽ മതി. അല്ലാതെ ആ സാധനം ഇങ്ങോട്ട് വേണം, ഈ സാധനം ഇങ്ങോട്ട് വേണം, പിന്നെ അവിടെ പോയിട്ട് മറ്റേ ചെയ്യണം, നിങ്ങൾ നിക്കിൾ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ബഫിങ് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുപോകണം, ടാങ്ക് പോളിഷ് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞുണ്ടോ. ഇതിൻ്റെയൊക്കെ നമ്പർ വരെ അയാൾ ഫിറ്റ് ചെയ്ത് തന്നാട്ടാ. ഈ നമ്പർ വരെ അയാൾ ഫിറ്റ് ചെയ്ത് തന്നാൽ പോയി അടുപ്പിച്ച് ഫിറ്റ് ചെയ്ത്. അതുപോലെ സീറ്റ് കവർ, പിന്നെ ബേക്കിൽ നമ്പർ അതുപോലെ തന്നെ അടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മളൊന്നും നോക്കിയില്ല, ജസ്റ്റ് പൈസ മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഷോപ്പിൽ നിന്ന് നമുക്ക് ചെയ്തു തന്നാട്ടാ. വണ്ടി കൊടുത്ത് നമുക്ക് ഇന്ന് ചെയ്ത് തരണം, ഒന്ന് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുത്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത് അതേപോലെ തന്നെ ബുള്ളറ്റ് ഒന്ന് മൊത്തത്തിൽ പണി കഴിച്ച് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞു. നമുക്കിതിൻ്റെ അകത്ത് കാര്യമായ ഒരു കാര്യം നമ്മൾ ബുള്ളറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുപോയി. നമ്മളിതിൻ്റെ എന്ത് മാറ്റിയിട്ടുണ്ട്, കാർബറേറ്റർ നമ്മൾ മാറ്റിയായിരുന്നു കേട്ടോ. പഴയ കാർബറേറ്ററിൽ പുതിയ കാർബറേറ്റർ ഇട്ടിരിക്കുന്നത്. ഇതിന് രാവിലെ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കാർബറേറ്റർ ഒന്നും മാറ്റാതെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം സ്റ്റാർട്ടിങ്ങിന് വലിയ കുഴപ്പമില്ല. രാവിലെ നമ്മൾ ഒന്ന് ചോക്കിട്ട് കൊടുക്കണം, പിന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. പിന്നെ ഒരു പ്രശ്നമില്ല, രാവിലത്തെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഫുൾ ടൈം സ്റ്റാർട്ടാണ്, നമുക്ക് കാലം താത്തി കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കയറ്റി കാണിച്ചു തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ആളെ നമ്പർ നമ്മൾ സൈഡിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും കല്ലാച്ചി നാദാര് എടച്ചേരി ഭാഗത്തുള്ള ആർക്കെങ്കിലും നമ്മളെ വണ്ടി ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ ആയിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ 2 വണ്ടിയും ചെയ്തു തന്നതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി സജഷൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ പൈസക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ റീസ്റ്റോർ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് കാലം ഇങ്ങനെ കൊണ്ട് നടക്കാട്ടോ. അപ്പോൾ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഒന്ന് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.